ഇന്നലെ ജയിലിൽ ചാടിയ ഗോവിന്ദചാമിനെ ഇന്ന് കണക്ട് പിടിച്ചു. നമ്മുടെ ഫോഴ്സ് അതിസാഹസികമായ രീതിയിൽ അവനെ കണക്ട് പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഒന്നും ചെയ്യാണെന്നില്ല, നേരെ ജയിലിൽ കൊണ്ടിടുക, തീറ്റിപ്പോറ്റുക, അടുത്ത പ്രാവശ്യം ചാടാൻ വേണ്ടി ഹെൽത്തി ആക്കി എടുക്കുക, അതൊക്കെ ഉള്ളൂ. അതായത് ഒരു പെൺകുട്ടീനെ കൊന്നു, ക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ചു, ശേഷം കൊന്നു കളഞ്ഞൊരു വ്യക്തിയല്ല, ഒരു നാറി, ഒരു പരനാറി. ഓക്കെ, അയാൾ ജയിലിൽ കടന്നു. ജയിലിൽ കിടന്നാൽ സുഖമായിട്ട് തിന്നു കൊഴുത്തു. അപ്പോൾ അയാൾക്ക് തോന്നി, തിന്നു കൊടുത്തു, ഇനി ചാടിപ്പോയൊക്കെ മാത്രം ഹെൽത്തി ആയെന്ന്. ചാടിപ്പോയി. അപ്പം ഇനി അടുത്ത് വീണ്ടും പിടിച്ചു, ജയിലിൽ കൊണ്ടിടും, തീറ്റിപ്പോറ്റും. അതായത് ഓർക്കണം, പുറത്ത് സമൂഹത്തിൽ മനുഷ്യർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല. പണിക്ക് പോയെങ്കിലേ വയറ്റിലോട്ട് വല്ല പോകത്തുള്ളൂ. പണിക്ക് പോകണം, പണി കിട്ടാനില്ല പലർക്കും. അന്നേരം ഇങ്ങനെ പണിക്ക് പോകാനൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ കൊന്നിട്ട് അകത്ത് പോകുന്നവർക്ക്, അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ച് ഇല്ലാതാക്കിയിട്ട് അകത്ത് പോകുന്നവർക്ക് നല്ല ഫുഡും നല്ല സൗകര്യങ്ങളും നല്ല സെക്യൂരിറ്റിയൊക്കെയാണ്. ഇന്ത്യ ഒരു ഫെയിൽഡ് കൺട്രിയാണ്. ഫെയിൽഡാണ് ഇന്ത്യ. ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ്, ഒരു ഫെയിൽഡ് നേഷനാണ്. നമ്മൾ ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോഴും ജയ് ഹിന്ദ് എന്ന് പറയുമ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു ഫെയിൽഡ് കൺട്രി ആയിട്ടാണ്. ഒരു കംപ്ലീറ്റ്ലി ഫെയിൽഡ് കൺട്രി. ആര് ഭരിച്ചാലും ഈ നാട്ടിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇത് ഭരണത്തിൻ്റെ അല്ല, നമ്മുടെ നാട് ഡൂംഡാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയേ വിധിച്ചിട്ടുള്ളൂ. ഒരിക്കലും നമ്മളൊരു ഹൈടെക് ആയിട്ട് നേഷനാകാൻ പോകുന്നില്ല. കാരണം ഒരു നേഷൻ ഹൈടെക് ആവണമെന്നുണ്ടെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ക്രിമിനൽസിനെ ഒതുക്കാൻ പറ്റണം. ഇവിടെ അതിനുള്ളൊരു കേപ്പബിലിറ്റി നമ്മുടെ ഫോഴ്സിനോ നമ്മുടെ ഗവൺമെൻറ്റിനും ഇല്ല. നമ്മുടെ ഗവൺമെൻറ്റിന് ആകെ അറിയാവുന്നത് കുറേ പൈസക്കാരായിട്ടുള്ള ഡീൽസ് ചെയ്യുക, കുറേ പൈസക്കാരായിട്ട് ഡീൽസൊക്കെ ചെയ്യുക, ബിസിനസ്മാനായിട്ട് ഡീൽസ് ചെയ്യുക, കുറേ മോബ് ബോസസൊക്കെ ഡീൽസ് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണക്കാരുടെ ലൈഫിന് സേഫ്റ്റി കൊണ്ടുവരാനുള്ളൊരു ബോധ്യമൊന്നും നമ്മുടെ ഗവൺമെൻറ്റിനില്ല. ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെ ഇല്ല. കുറ്റവാളികളെ വളർത്തി വലുതാക്കുക, തീറ്റ കൊടുത്ത് വണ്ണം വെപ്പിച്ച് പുറത്തിറക്കി വിടുക. സാധാരണക്കാർ റേഷൻ കടയിൽ പോയി സാധനം മേടിക്കാൻ നിന്നാൽ പിന്നെ പല സാധനം റേഷൻ കട ഇല്ല. റേഷൻ കടയിൽ നിന്ന് പല സാധനം കിട്ടാത്തൊരു ഒരു സാധാരണക്കാരൻ റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ അവനവിടെ നിന്ന് പലതും കിട്ടാൻ പോലും താമസമാണ്. ആ സമയത്ത് ഓരോരുത്തരെ കൊന്നിട്ട് പോകുന്നവർക്ക് വയറ് നിറച്ച് ഫുഡും വയറ് നിറച്ച് സാധന സാമഗ്രികളും നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കുവാണ്. ഓക്കെ, അതായത് കൊന്നിട്ടും പീഡിപ്പിച്ചിട്ടും പോകുന്നവരാ മഹാന്മാരായിട്ടുള്ള വ്യക്തികളൊന്നുമല്ല. ഇവിടെ നന്മ ചെയ്യുന്നവർക്കൊന്നും പട്ടി വിലയാണ്. പോട്ടെ, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിൽ എത്ര ഫോം ഒപ്പിടണം സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ? ഇവനൊക്കെയോ കൊന്നിട്ട് ജയിലിൽ പോയാൽ നല്ല ഫുഡും നല്ല ലൈഫ് സ്റ്റൈലൊക്കെയാണ്. ഈ ഫെയിൽഡ് സ്റ്റേറ്റ്, ഈ ഫെയിൽഡ് നേഷനിൽ നിന്നും പുറത്തു പോകുന്നവരോട് എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. പണ്ടൊക്കെ ഓർക്കുമായിരുന്നു, എന്തിനാണ് നാട് വിട്ട് പുറത്തു പോകണേ, അഹങ്കാരമാണോ എന്ന്. അല്ല, ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാത്ത പക്ഷേ നിങ്ങൾ ആരെങ്കിലും കൊന്നാൽ പോലും ആ കൊല്ലുന്നവൻ പിന്നെ സുഖം വന്നേ. നിങ്ങളെ കൊന്നാൽ നിങ്ങളുടെ ഫാമിലിക്ക് പോയി, ആ കൊന്നവനൊന്നും പോകാനില്ല. അവന് നല്ല ഫുഡും നല്ലൊരു ലൈഫ് സ്റ്റൈലും കിട്ടും. ഈ ഗോവിന്ദചാമി ഇന്നിനിപ്പോൾ ജയിലിൽ പോകും, പഴയ പോലെ തന്നെ നല്ല ഫുഡൊക്കെ കഴിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കും. നമ്മളോ പണിക്ക് പോയില്ലെങ്കിൽ നമുക്ക് ഞമ്മൻ തരാൻ ആരുമില്ല. ഓക്കെ, ഗവൺമെൻറ്റിനോട് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം ഗവൺമെൻറ്റിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പം ന്യായീകരിക്കാൻ ആൾക്കാർ വരും. നീ പണിക്ക് പോയാൽ നിനക്കുണ്ട്, അപ്പോൾ അവൻ കൊന്നത് കൊണ്ട് അവന് അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്നു, അല്ലെങ്കിൽ അവന് അൺലിമിറ്റഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു ഗവൺമെൻറ്. അതിൻ്റെ ഇടയ്ക്ക് സുപ്രീം കോടതി അപൂർവങ്ങളായിട്ടുള്ള കേസിന് മാത്രമേ ഞങ്ങൾ തൂക്കിക്കൊല്ലത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലുകയില്ല. ഇനി ഈ തൂക്കിക്കൊല്ലുന്ന കേസൊക്കെ ഇവിടെ വന്നു, റെയറായിട്ട് വന്നു. അതിൽ റെയറായിട്ട് നടക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്കറിയാം ഞങ്ങളെ കൊല്ലത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് ക്രിമിനൽസ് വീണ്ടും വളർന്നു വരുന്നത്. ആ സ്ഥാനത്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയും കമ്മീഷനൊക്കെ വേറെ സൈഡിൽ, അവർക്ക് ഒന്നും നോക്കാനില്ല. അവർക്ക് കുറേ പേരുടെ പേര് കിട്ടുമ്പോഴത്തേക്കും അവനെ കൊല്ലില്ലേ, അവനെ ജീവിക്കണം, അവന് അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞു വരും. ഞാനൊരു റിപ്പോർട്ട് വായിച്ചു, ഡെത്ത് പണിഷ്മെൻറ്റ് ഇല്ലാതാക്കണമെന്ന്, അബോളിഷ് ചെയ്യണമെന്ന് റിപ്പോർട്ട് കേട്ടു. ഈ ഹ്യൂമൻ റൈറ്റ്സിൽ ആരാണ്ട് വെച്ചൊരു റിപ്പോർട്ടാണത്. ഈ പറയുന്നവരുണ്ടല്ലോ, ഈ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നവന്മാരെ പിടിച്ച് അവൻ്റെ വീട്ടിൽ കൊണ്ട് ക്രിമിനൽസിനെ കൊണ്ട് താമസിപ്പിക്കണം. അപ്പോൾ അവൻ എന്തെങ്കിലും പറയും. അവൻ്റെ വീട്ടിൽ അവൻ്റെ വൈഫും അവൻ്റെ അമ്മയും അവൻ്റെ വൈഫും പെങ്ങളും കൊച്ചൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഈ പീഡിപ്പിച്ചിട്ടും കൊന്നിട്ട് പോകുന്നവരെ വീട് കണ്ടിട്ട് ലോക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് ഈ റിപ്പോർട്ടൊക്കെ ഇടുന്നവന്മാർ പറയും ഇവന്മാരെ കൊന്നു കളയണമെന്ന്. സ്വന്തം കുടുംബത്തിൽ വരുന്നവരെയൊക്കെ എല്ലാവർക്കും എല്ലാം സിമ്പിളാണ്. സിമ്പിളായിട്ട് പറയാം, ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അവനെ കൊല്ലാൻ പാടില്ല, അവന് തെറ്റ് പറ്റിപ്പോയി, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. സ്വന്തം കുടുംബത്തിൽ കയറി കളിക്കുമ്പോഴത്തേക്കും പിന്നെ അത് മാറും. അവന് തെറ്റ് പറ്റിയിട്ടില്ല, അവൻ മനഃപൂർവ്വം ചെയ്തതാണ്, അവനെ കൊന്നുകളയണമെന്ന് നിങ്ങൾ പറയും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഈ ബോധമില്ലാത്തവന്മാർ ഉയരങ്ങൾ കയറി ഭരിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന കാരണങ്ങളതൊക്കെ. ഈ ഫെയിൽഡ് കൺട്രി രക്ഷപ്പെടാനൊന്നും പോകണില്ല. ഇവിടുന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ പുറത്തോട്ട് പോവുക. ഈ നാട്ടിലെ ഈ ക്രിമിനൽസും ഈ കുറ്റവാളികളൊക്കെ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും.
ഈ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് മാറണം, ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറണം. ജാതിയും മതവും പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. ഒരു കിറ്റ് കൊടുത്താൽ വോട്ട് ചെയ്യും. അത്ര ബോധമൊക്കെ വിളിച്ച് അരി കൊടുത്താൽ വോട്ട് ചെയ്യും. അരി ഇങ്ങനെ എറിഞ്ഞ് ഇപ്പം നമ്മുടെ കേരളത്തിൽ വിട്, കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അരി ഇച്ചിരി എറിഞ്ഞു കൊടുത്താൽ അത് പിറക്കാൻ വേണ്ടി നിൽക്കുന്നവർ വോട്ട് ചെയ്യും നമുക്ക് വേണ്ടി. അവർക്കൊരു കിറ്റായിട്ട് കൊടുക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ എറിഞ്ഞു കൊടുത്താൽ മതി, പട്ടികളൊന്നും എറിഞ്ഞു കൊടുത്താൽ മതി. അത് വന്ന് എടുത്ത് നക്കി തിന്നിട്ട് വോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, ഈ ഇന്ത്യയിലെ ആൾക്കാർ. വിദ്യാഭ്യാസമില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല, ജാതിയും മതവും കല്ല് വെച്ചാൽ പൂജിക്കും. അതായത് കണ്ണി കാണാൻ മേലാത്ത മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ നിൽക്കും. ഒരു ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ ചിന്താഗതി മാറണം. ഒപ്പം തന്നെ രാഷ്ട്രീയക്കാർ മാറണം, ഗവൺമെൻറ് മാറണം. ഒരു പാർട്ടി വന്നാൽ നന്നാകാൻ പോണില്ല. ഇനി പുതിയൊരു മൈൻഡ് സെറ്റോടെ പുതിയൊരു പാർട്ടി അല്ലെങ്കിൽ പുതിയൊരു ഒരു ലീഡർ വരണം. ഇപ്പോൾ ആരും വന്നിട്ട് കാര്യമൊന്നുമില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മുടെ നേഷനെ മാറ്റണം. അതർവൈസ് നമ്മളൊരു ഫെയിൽഡ് കൺട്രിയാണ്, ഒരു ഫെയിൽഡ് സ്റ്റേറ്റാണ്, അതപ്പതിച്ച രാജ്യമാണ്.